നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രഹ്മമുഹൂർത്തം എന്നാൽ എന്താണ്? ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റാലുള്ള ഫലം എന്താണ് എന്നതിനെക്കുറിച്ചുമാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പഴമക്കാർ പറയാറുണ്ട്, അല്ലെങ്കിൽ പറയുന്നത് കേൾക്കാറുണ്ട്, രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണമെന്ന്. ഇതിന് കാരണം എന്താണ്? ഇന്നത്തെ കാലത്ത് രാവിലെ എണീക്കണമെന്ന് പറയുമ്പോൾ തന്നെ മടിയാണ്. കാരണം നമ്മുടെ ജീവിത ശൈലി അങ്ങനെ ആയിപ്പോയി എന്നതാണ്. ഇപ്പോൾ രാത്രി 12-1 മണി വരെ ഫോണിൽ കളിച്ചും വീഡിയോകൾ കണ്ടും ചാറ്റ് ചെയ്തും സമയം പോകുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കം നമ്മുടെ കണ്ണിൽ വരാൻ വിസമ്മതിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും അത്യാവശ്യമുള്ളത് ഉറക്കം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി. ഷുഗർ പേഷ്യൻറ്റിനും അതുപോലെയുള്ള അസുഖങ്ങളുമായി വരുന്നവർക്ക് അങ്ങനെ കൂടുതൽ മരുന്നുകളൊന്നും കൊടുക്കാറില്ല. 8 മണിക്കൂർ കുറഞ്ഞത് ഉറങ്ങണം എന്ന അഡ്വൈസ് മാത്രം. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് നല്ലതുപോലെ ഉറക്കം കിട്ടിയാൽ മാത്രമേ നല്ല ആരോഗ്യം ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലെ എണീക്കുന്ന ബ്രഹ്മമുഹൂർത്തത്തിനെ പറ്റി പറഞ്ഞാൽ കൃത്യം 3 മണി മുതൽ 5 മണി വരെയാണ്. അപ്പോൾ ചോദിക്കാം, എന്താ 3 മണിക്ക് എണീക്കണോ എന്ന്? ആചാര്യന്മാർ ഈ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തിന് ഉഷത്കാലം എന്നാണ് പറയുന്നത്. അതായത് ഋഗ്വേദത്തിൽ പറയപ്പെടുന്ന ഉഷത് എന്ന ദേവത എണീറ്റ് കഴിഞ്ഞിട്ടാണ് സൂര്യഭഗവാൻ ഉണരുന്നത് എന്നതാണ്. സർവചരാചരങ്ങളും ഉണരുന്ന നേരമാണ് ഉഷത്കാലം. സൂര്യൻ ഉദിച്ചതിന് ശേഷമാണോ പക്ഷികളും മൃഗങ്ങളും ഉണരുന്നത്? അല്ല, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ പക്ഷി മൃഗാദികളും മരങ്ങളും ചെടികളും ഉണരുന്നു. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന 3 മണി തൊട്ട് 5 മണിക്കുള്ളിൽ ഉള്ള സമയത്ത് നമ്മൾ എണീറ്റാലുള്ള ഫലം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകാം. ഒന്നാമത്തത്, നമ്മുടെ ശരീരം ആരോഗ്യമായിട്ടിരിക്കും എന്നതാണ്. രാവിലെയുള്ള സൂര്യൻ്റെ ആ പ്രകാശം, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷം തരുന്നതാണ്. അതുപോലെ ഈ സമയത്ത് നാം എന്ത് ചെയ്താലും നമുക്ക് പോസിറ്റീവ് എനർജി ലഭിക്കും എന്നതാണ്. രാവിലെ തന്നെ എണീറ്റ് യോഗ ചെയ്യാം, ധ്യാനിക്കാം, പഠിക്കാം, മന്ത്രജപം ചൊല്ലാം, അതുപോലെ വായിക്കാം, എക്സർസൈസ് ചെയ്യാം. ഇതിൽ ഏത് ചെയ്താലും നിങ്ങൾ ഏറ്റവും ടോപ്പിൽ എത്തുന്നതാണ്. ഉദാഹരണത്തിന്, ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തിയ ആളുകളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അവർ 4 മണിക്ക് എണീറ്റ് അവരുടെ കർമ്മങ്ങൾ ചെയ്തവരാണ് എന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് നമ്മുടെ യേശുദാസ്, ഇളയരാജ, AR റഹ്മാൻ, നമ്മുടെ സിനിമ ആക്ടർ മോഹൻലാൽ, ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകാം. ഇവരൊക്കെ കൃത്യം 4 മണിക്ക് മുൻപ് എണീറ്റ് അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അവരൊക്കെ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ 7 മണിക്ക് എണീറ്റ് 8 മണിക്ക് ഓഫീസിൽ ചെല്ലണം. അപ്പോൾ നമ്മൾ 7 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഈ 8 മണിക്കുള്ളിൽ ഉള്ള ഈ 1 മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പറ്റും? രാവിലെ ടെൻഷൻ, അന്നത്തെ ദിവസം ഫുൾ ടെൻഷനായിരിക്കും, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, നാളെ മുതൽ ഒരു 4 മണിക്ക് എണീറ്റ് നോക്കി കുറച്ച് ധ്യാനം ചെയ്യുന്നവർക്ക് ധ്യാനം ചെയ്യാം, യോഗ ചെയ്യുന്നവർക്ക് യോഗ ചെയ്യാം. കുട്ടികൾക്കാണെങ്കിൽ 4 മണിക്ക് എണീറ്റിരുന്ന് പഠിച്ചാൽ വേഗം പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകും എന്നതാണ്. ഓഫീസിൽ പോകുന്നവർ ആണെങ്കിൽ ഭാര്യയെ സഹായിക്കാം, അല്ലെങ്കിൽ ഭർത്താവിനെ സഹായിക്കാം. അതുപോലെ രാവിലെ കുളിച്ച് നാമജപങ്ങൾ ചൊല്ലാം.
രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും വേഗം നടക്കുമെന്നതാണ്. അതുപോലെ നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങൾ മുൻകൂട്ടി ഒരുക്കി വയ്ക്കാം. ഇങ്ങനെ സമയത്തിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും ആ ദിവസത്തിനെ ഒരു നല്ല ദിവസമായി മാറ്റുവാനും നമുക്ക് കഴിയുന്നതാണ്. അതുമാത്രമല്ല, രാവിലെ പ്രകൃതിയിലുള്ള ഓസോണിൽ നിന്നും ലഭിക്കുന്ന കാറ്റ് നമ്മുടെ ശരീരത്തിനെ, മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ ഫ്രഷായി വയ്ക്കും എന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പഴമക്കാർ പറഞ്ഞിരിക്കുന്നത് രാവിലെ എണീക്കണം എന്നത്. ഇപ്പോൾ പഴമക്കാരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അവർക്ക് ഒരു അസുഖങ്ങളുമില്ല, നല്ല ആരോഗ്യമുള്ളവരായി ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും കുറഞ്ഞത് 4-നും 5-നും ഇടയ്ക്കുള്ള സമയത്തെങ്കിലും എണീക്കാൻ ശ്രമിക്കുക. അതുപോലെ രാത്രി 10 മണിക്ക് ഉറങ്ങാൻ കിടക്കേണ്ടതും അത്യാവശ്യമാണ്. ഒരു കാരണവശാലും ഉറങ്ങാൻ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകരുത്. ഇപ്പോൾ നിങ്ങൾ 5 മണിക്ക് ഉണർന്നാൽ നിങ്ങളുടെ ഓഫീസ് വർക്കെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ രാത്രി 9:30-ക്കും 10 മണിക്കും ഉള്ളിൽ ഉറക്കം നിങ്ങൾക്ക് താനേ വരുന്നതാണ്. അപ്പോൾ രാവിലെ എണീറ്റാൽ നല്ല ആരോഗ്യവും ലഭിക്കും, അതുപോലെ നല്ല ഉറക്കവും ലഭിക്കും, അസുഖങ്ങളും ഒഴിവാകും. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ എണീക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ